ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷുൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS അഥവാ നിങ്ങളുടെ പരിസര പഠനം എന്ന വിഷയമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് അവിടെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മാപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടെത്തിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി മക്കൾക്ക് അവിടെ ചെറിയൊരു നോട്ട് തന്നിട്ടുണ്ട് കേട്ടോ. മാപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു നോട്ടാണ്. നോക്കിക്കേ മക്കളെ. There are signs and symbols to make buildings, water bodies, modes of transport, agricultural resources, forest and wildlife sanctuaries in a map. These are known as index of a map. ഓക്കെ മക്കളെ, അവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? എന്താണ് ഇൻഡെക്സ് ഓഫ് എ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു നോട്ട് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ. കെട്ടിടങ്ങൾ, ജലാശയങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, കാർഷിക വിഭവങ്ങൾ, വനങ്ങൾ, വന്യജീവി സങ്കേതം തുടങ്ങിയവ സൂചിപ്പിക്കാൻ ഭൂപടത്തിൽ പ്രത്യേകം ചിഹ്നങ്ങളുണ്ട്. ഇതിനെ സൂചിക എന്ന് പറയുന്നു. അതായത് ഇൻഡെക്സ് കേട്ടോ, ഇൻഡെക്സ് ഓഫ് എ മാപ്പ്. അതായത് ഒരു ഭൂപടത്തിൻ്റെ സൂചിക എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ജലാശയങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, കാർഷിക വിഭവങ്ങൾ, വനങ്ങൾ, വന്യജീവി സങ്കേതം തുടങ്ങിയവയ്ക്ക് സൂചിപ്പിക്കാനായിട്ട് ഭൂപടത്തിൽ പ്രത്യേകം ചിഹ്നങ്ങൾ ഉണ്ടാവും അല്ലേ. അതിനെയാണ് നമ്മൾ സൂചിക അഥവാ ഇൻഡെക്സ് ഓഫ് എ മാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ, കാട്, അതുപോലെ തന്നെ കുളം, കളിസ്ഥലം, പഞ്ചായത്ത് ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ഓരോ എന്തുണ്ട് മക്കളെ, ആ ഓരോരോ ചിഹ്നങ്ങൾ നമുക്ക് തന്നതായിട്ട് കാണാം അല്ലേ. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡെക്സ് ഓഫ് എ മാപ്പ് എന്ന് പറയുന്നതിൽ ഒരു ഭൂപടത്തിൻ്റെ സൂചിക എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ നോട്ട് മക്കൾ ഓർത്തിരിക്കുക. എന്താണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. നോക്കിക്കേ മക്കളെ, ഇനി നിങ്ങൾക്കുള്ള ചെറിയൊരു വർക്കാണ് അവിടെ തന്നിട്ടുള്ളത്. നോക്കൂ. Examine the map and list out the features of each ward എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് നിങ്ങൾ ഭൂപടം പരിശോധിച്ച് ഓരോ വാർഡിൻ്റെ സവിശേഷതകൾ പട്ടികപ്പെടുത്തൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വാർഡ് 1, വാർഡ് 2, വാർഡ് 3 എന്ന് പറഞ്ഞിട്ടൊരു കോളവും അതിൻ്റെ സവിശേഷതകൾ എഴുതാനായിട്ട് മറ്റൊരു കോളം കേട്ടോ. അപ്പോൾ വാർഡ് 1 നെൽവയലുണ്ട്, അതുപോലെ തന്നെ വനപ്രദേശമുണ്ട്. രണ്ടെണ്ണം നമുക്ക് ആ ഒരു മാപ്പ് നോക്കി നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത്. നമുക്ക് ആ ഒരു സൂചിക വെച്ചുകൊണ്ട് അഥവാ ഇൻഡെക്സ് വെച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്തി പറയാനായിട്ട് പറ്റൂലേ. 1ാമത്തെ വാർഡിൽ എന്തൊക്കെയാണുള്ളത്, ഇത്തരത്തിൽ 2ാമത്തെയും 3ാമത്തെയും വാർഡിൽ എന്താണുള്ളത് എന്നാണ് മക്കൾ എഴുതേണ്ടത്. അപ്പം മിസ് അവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, നമുക്ക് 2ാമത്തെ വാർഡിൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം മക്കളെ? 2ാമത്തെ വാർഡിൽ അവിടെ നിങ്ങൾക്ക് പഞ്ചായത്ത് റോഡ്, അതുപോലെ തന്നെ കാട് അല്ലേ. പഞ്ചായത്ത് റോഡ്, ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 3ാമത്തെ വാർഡിൽ പഞ്ചായത്ത് റോഡും കാടുകളുമാണ് ഉള്ളത് കേട്ടോ. പഞ്ചായത്ത് റോഡ്, ഫോറസ്റ്റ് ഏരിയ. അതുപോലെ തന്നെ 4ാമത്തെ പഞ്ചായത്തിലും അതാണ്. പിന്നെ 5ാമത്തെ പഞ്ചായത്തിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് അവിടെ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ കാണാം അല്ലേ, ആശുപത്രി ഉണ്ട്. അത് നമുക്ക് അവിടെ എഴുതാം കേട്ടോ, ഹോസ്പിറ്റൽ. ദെൻ 6ാമത്തെ വാർഡിൽ അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡുണ്ട്, പിന്നെ സ്കൂളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ റിവർ കാണാം അല്ലേ, എന്തുണ്ട്, പുഴയുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേയും ഉണ്ട് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് 7th വാർഡിൽ 7ാമത്തെ വാർഡിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, പഞ്ചായത്ത് റോഡ്, അതുപോലെ തന്നെ റിവർ, നാഷണൽ ഹൈവേ, അതുപോലെ ഫോറസ്റ്റ് ഏരിയ ഒക്കെയാണുള്ളത്. പിന്നെ 8ാമത്തെ പഞ്ചായത്തിൽ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സ്കൂളുണ്ട് കേട്ടോ അവിടെ, അത് മക്കൾ നോക്കുക. ബാക്കിയൊക്കെ സെയിം, പഞ്ചായത്ത് റോഡ്, നാഷണൽ ഹൈവേ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഒക്കെയാണ്. പിന്നെ 9ാമത്തെ വാർഡിൽ പഞ്ചായത്ത് റോഡ്, നാഷണൽ ഹൈവേ, അതുപോലെ തന്നെ റിവർ, ഫോറസ്റ്റ് ഏരിയ. 10ാമത്തെ വാർഡിൽ പഞ്ചായത്ത് റോഡ്, അതുപോലെ സ്കൂൾ, റിവർ, ഫോറസ്റ്റ് ഏരിയ. 11ാമത്തെ വാർഡിലുള്ളത് പഞ്ചായത്ത് റോഡാണ്. 12ലും അതുപോലെ പഞ്ചായത്ത് റോഡ്. പിന്നെ 13ാമത്തെ വാർഡിലാകുമ്പോൾ അവിടെ നെൽവയലുണ്ട് അല്ലേ, പാഡി ഫീൽഡ് ഉണ്ട്, പഞ്ചായത്ത് റോഡുണ്ട്. അതുപോലെ 14ാമത്തെ വാർഡിൽ നമുക്ക് നാഷണൽ ഹൈവേ കാണാം, പുഴയുണ്ട്, പഞ്ചായത്ത് റോഡ്, സ്കൂള്. പിന്നെ 15ാമത്തതിൽ പഞ്ചായത്ത് റോഡ്, പാഡി ഫീൽഡ് അല്ലേ, നെൽവയൽ, അതുപോലെ തന്നെ റിവർ, പുഴയുണ്ട്. 16ാമത്തെ വാർഡിൽ പഞ്ചായത്ത് റോഡ്, സ്കൂള്, അതുപോലെ റിവർ, നാഷണൽ ഹൈവേ. പിന്നെ പഞ്ചായത്ത് ഓഫീസ് ഉണ്ട് അല്ലേ, പഞ്ചായത്ത് ഓഫീസ് ഉണ്ട്. 17ാമത്തതിൽ പഞ്ചായത്ത് റോഡ്, അതുപോലെ സ്കൂള്, റിവർ, നാഷണൽ ഹൈവേ, പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മക്കൾ നോക്കുക. എന്നിട്ടത് ഡീറ്റെയിൽ ആയിട്ട് മക്കൾ ആ ഒരു
ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, വളരെ ഈസിയാണ്, നിങ്ങൾക്ക് ആ ഒരു മാപ്പ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ മക്കളടുത്ത് അവിടെ മറ്റൊരു കാര്യം പറയേണ്ടത്, നിങ്ങൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് സവിശേഷതകൾ കണ്ടെത്തിയിരുന്നു. അത് മക്കൾ എവിടെയാണോ നിങ്ങളുടെ സ്കൂളിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കുക. അവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂപടം നിങ്ങൾ സംഘടിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ സവിശേഷതകൾ മക്കൾ ഇത്തരത്തിൽ കണ്ടെത്തുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ത്രൂ കേരള എന്നുള്ള ഭാഗം കേട്ടോ. ത്രൂ കേരള, അതായത് നമ്മുടെ കേരളത്തിലൂടെ എന്നുള്ള ഭാഗം. നോക്കിക്കേ മക്കളെ, നിങ്ങൾക്ക് അവിടെ കേരളത്തിൻ്റെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് അല്ലേ. കേരളത്തിൽ എത്ര ഡിസ്ട്രിക്റ്റ് ആണുള്ളത് മക്കളെ? 14 ആണ് അല്ലേ. അതുപോലെ നമുക്കവിടെ സൗത്ത്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡിറക്ഷൻ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. മാപ്പ് കാണാം നിങ്ങൾക്കവിടെ. പിന്നെന്ത് കാണാം? നമ്മുടെ സൂചിക കാണാം, ഇൻഡെക്സ് കാണാം അല്ലേ. ഇതെന്താണ് മക്കളെ? വിമാനത്താവളമാണ്, തുറമുഖമാണ്. അതുപോലെ തന്നെ ഒരു ഡാർക്ക് ബ്ലാക്ക് കളറിലെ ഒരു തിക്നെസ് കൂടിയത് എന്താണ്? നമ്മുടെ സംസ്ഥാന അതിർത്തിയാണ്. ഇത് ജില്ലാ അതിർത്തിയാണ്. ഇത് ഈ ഒരു സൈഡ് എന്താണ്? ജില്ലാ കേന്ദ്രമാണ്. ഇതെന്താണ്? റെയിൽവേ ആണല്ലേ. ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വരുന്ന സമയത്ത് എയർപോർട്ട്, സീപോർട്ട്, സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്, റെയിൽവേ അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം അല്ലേ. ഇതൊക്കെ എന്താണ്? ഈ ഒരു ബോട്ടിൻ്റെ ഈ ഒരു പിക്ചറൊക്കെ കാണുന്നത് എന്താണ് മക്കളെ? നമുക്ക് സീപോർട്ടാണ് അല്ലേ. ഇതൊക്കെ എന്താണ്? സീപോർട്ടാണ്. അതുപോലെ തന്നെ ഇതെന്താണ്? ഒരു പ്ലെയിൻ്റെ ഒരു പിക്ചർ കാണുന്നതില്ലേ, അതെന്താണ് മക്കളെ? ഇതൊക്കെ എന്താണ്? എയർപോർട്ടാണ്. ഇവിടെ കണ്ണൂർ, അതുപോലെ തന്നെ മലപ്പുറം ഉണ്ട്, ദെൻ എറണാകുളം ഉണ്ട്, പിന്നെ തിരുവനന്തപുരമൊക്കെ മക്കൾക്ക് അത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബൗണ്ടറി അല്ലേ, ഒരു ഡാർക്ക് കളറിൽ നിങ്ങൾക്ക് കാണാം അല്ലേ. സ്റ്റേറ്റ് ബൗണ്ടറി മക്കൾക്ക് കാണാവുന്നതാണ്, ഡാർക്ക് ലൈൻ ആയിട്ടുള്ളത്. ഡിസ്ട്രിക്ട് ബൗണ്ടറിയാണ് ഈ ഒരു ചെറിയ ബ്ലാക്ക് ലൈൻ കാണുന്നത് എന്താണ്? ഡിസ്ട്രിക്ട് ബൗണ്ടറി എന്ന് പറയുന്നത്, അതായത് ജില്ലകൾ തമ്മിലുള്ള ആ ഒരു അതിർത്തി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ ഹെഡ് ക്വാർട്ടേഴ്സ് നിങ്ങൾക്ക് കാണാം അല്ലേ, ഒരു ബ്ലാക്കിൽ. ഇതൊക്കെ എന്താണ്? ഹെഡ് ക്വാർട്ടേഴ്സാണ്, ബ്ലാക്ക് ഒരു സർക്കിളിൽ കാണുന്നത്. പിന്നെ റെയിൽവേ ആണ്, ഇതൊക്കെ എന്താണ്? റെയിൽവേ ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഈ ഒരു മാപ്പ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മക്കൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിന് വരും കേട്ടോ. ഇത്തരത്തിലൊരു മാപ്പ് തന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് താഴെ കുറച്ചെണ്ണം തന്നിട്ടുണ്ട്. നോക്കിക്കേ മക്കൾ, എന്താണ്? ഇൻ വിച്ച് ഡിറക്ഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ഈസ് ദി അറേബ്യൻ സീ? നോക്കിക്കേ മക്കളെ, നിങ്ങൾക്ക് അവിടെ കാണാം, ഇവിടെയാണ് എന്തുള്ളത്? അറേബ്യൻ സീ ഉള്ളത്, അതായത് നമ്മുടെ അറബിക്കടലുള്ളത് അല്ലേ. അപ്പോൾ കൂട്ടുകാർക്കുള്ള ചോദ്യം ഇതാണ്, കേരളത്തിൻ്റെ ഏതു ദിക്കിലാണ് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത്? അറബിക്കടൽ ഇതാണ് അല്ലേ. ഇതാണ് നമ്മുടെ കേരളം. അറബിക്കടൽ ഇവിടെയാണ്. ഇവിടെ എന്തുണ്ട് മക്കളെ? നമ്മുടെ ഡിറക്ഷനുണ്ട്. അപ്പോൾ ഏതിലാണ് മക്കളെ? നോക്കി പറഞ്ഞേ, നിങ്ങൾ മാപ്പ് നോക്കി പറഞ്ഞേ, ഏതിലാണ് അറബിക്കടൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്? വെസ്റ്റിലാണ് അല്ലേ, അതായത് പടിഞ്ഞാറ് ഭാഗത്താണ് എന്തുള്ളത്? അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ്? കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ജില്ല ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെക്കേ അറ്റത്തെ ജില്ല. നെയിം ദി ഡിസ്ട്രിക്ട് അറ്റ് ദി സൗത്തേൺ എൻഡ് ഓഫ് കേരള അല്ലേ. അപ്പോൾ സൗത്ത് എവിടെയാണ് മക്കളെ വരുന്നത്? ഇതാണ് താഴെ പോർഷനാണ്. അപ്പം എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്? സൗത്തേൺ എൻഡ് ഓഫ് കേരള അല്ലേ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ജില്ല ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് വരും മക്കളെ? യെസ്, നമ്മുടെ തിരുവനന്തപുരമാണ് ആൻസർ വരുന്നത്. ഏതാണ്? തിരുവനന്തപുരമാണ് ആൻസർ വരുന്നത്. മക്കളത് എഴുതുക കേട്ടോ, തിരുവനന്തപുരം. അടുത്തത് നമ്മളോട് ചോദിച്ചത് വിച്ച് ഓഫ് ദി ഡിസ്ട്രിക്ട് ഹാവ് എയർപോർട്ട്സ് എന്നാണ് ചോദിച്ചത്. അതായത് വിമാനത്താവളമുള്ള ജില്ലകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതാണ് സൈൻ? ഇതാണ് വിമാനത്താവളം വരുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ട് കണ്ണൂർ, അതുപോലെ തന്നെ മലപ്പുറം, എറണാകുളം. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ? ആ ഒരു മാപ്പിൽ നിന്ന് ഫൈൻഡ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. നോക്കിക്കേ മക്കളെ, കണ്ണൂർ, മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം അല്ലേ. മക്കൾ എന്ത് ചെയ്യുക? അത് എഴുതുക കേട്ടോ. കണ്ണൂർ, മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം. ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഡിസ്ട്രിക്ട് ഹാവ് സീ പോർട്ട് എന്നാണ് അല്ലേ. അതായത് തുറമുഖമുള്ള ജില്ലകൾ ഏത്? അത് നോക്കണേ, നമ്മൾ എന്ത് ചെയ്തി? നമ്മളെ മാപ്പ് എടുക്കുക, അതിൽ ഇത്തരത്തിൽ ഈ ഒരു സൈൻ ഉള്ളത് നോക്കുക. അത് നമുക്ക് ഇവിടെ കാണാം, ഇവിടെ കാണാം, ഇവിടെ കാണാം അല്ലേ. അത് മക്കൾ എന്ത് ചെയ്യുക കേട്ടോ. അത് നിങ്ങൾ എഴുതുക. ഏതൊക്കെയാണ് മക്കളെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുക? കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം നമുക്ക് പറ്റൂലേ. കോഴിക്കോട്, എറണാകുളം, അതുപോലെ തന്നെ തിരുവനന്തപുരം. ദെൻ നെക്സ്റ്റ് വൺ ചോദിച്ചത് വിച്ച് ഓഫ് ദി ഡിസ്ട്രിക്ട് ഡു നോട്ട് ഹാവ് റെയിൽവേ ലൈൻസ്? റെയിൽവേ ലൈൻസ് ഇല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. റെയിൽവേ ലൈൻസ് ഇല്ലാത്തത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, ഇതാണ് ഈ ഒരു റെഡ്, ഈ ഡോട്ടായിട്ട് വരുന്ന ആ ഒരു ലൈനാണല്ലേ, റെഡ് കളർ ലൈനാണ്. അതില്ലാത്തത് എവിടെയാണെന്നാണ് മക്കളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലാത്തത് എവിടെയാണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, നോക്കിക്കേ മക്കളെ, ആൻസറിലോട്ട് നമുക്ക് പോകാം. എവിടേക്കാണ്? യെസ്, വയനാട്, അതുപോലെ തന്നെ ഇടുക്കി ഒന്നും എന്തില്ല മക്കളെ? റെയിൽവേ ലൈൻസ് ഇല്ല അല്ലേ.
അപ്പോൾ അത് മക്കൾ എഴുതുക വയനാട് ഇടുക്കി എന്നുള്ളത് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഡിസ്ട്രിക്ട് ഷെയർ ദർ ബോർഡേഴ്സ് വിത്ത് തമിഴ്നാടു അല്ലേ, അതായത് നമ്മുടെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തമിഴ്നാട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ, മാപ്പിൽ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് മക്കളെ വരുന്നത്? നമ്മുടെ മലപ്പുറം, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം അല്ലേ, ഇതൊക്കെ എന്ത് വരും നമുക്ക് തമിഴ്നാടുമായിട്ട് ആ ഒരു ബോർഡർ പങ്കിടുന്നതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഡിസ്ട്രിക്റ്റ് ഓഫ് ഷീസോർസ് ഇല്ല, അതായത് കടൽ തീരമുള്ള ജില്ലകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് മക്കൾക്ക് കാണാം കേട്ടോ. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒക്കെ എന്താണ് കടൽ തീരമുള്ളതാണ്. ദെൻ നിങ്ങളടുത്ത് അവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളൊരു വർക്കാണ് പ്രിപ്പയർ എ ഹാൻഡ് റിട്ടൺ മാഗസിൻ അബൌട്ട് കേരള ബേസ്ഡ് ഓൺ ദി ഇൻഫോർമേഷൻ കളക്ട്. ഒരു മാഗസിൻ തയ്യാറാക്കാനായിട്ടാണ്. അത് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു വർക്കായിട്ട് മക്കൾ ചെയ്യേണ്ടതാണ് കേട്ടോ. അതായത് ഈ കണ്ടെത്തിയ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തെക്കുറിച്ച് ചെറിയൊരു മാഗസിൻ, ചെറിയൊരു പതിപ്പ് തയ്യാറാക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ക്ലാസ്സിൽ മറ്റു കൂട്ടുകാരുമായിട്ടൊക്കെ ഒത്ത് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു മാഗസിൻ തയ്യാറാക്കാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ഭൂപടത്തിൽ നിന്ന് തന്നെ കണ്ടെത്തി പറയാം അല്ലേ. സംസ്ഥാന അതിർത്തിയുണ്ട്, അതുപോലെ തന്നെ ജില്ലാ കേന്ദ്രങ്ങളുണ്ട്, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പറയാവുന്നതാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കേരളത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പറയുന്നത് കേരളത്തിലെ നദികളെ കുറിച്ചിട്ടാണ് കേട്ടോ. റിവേഴ്സ് ഓഫ് കേരള, കേരളത്തിലെ നദികളെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പറയാനായിട്ടുള്ളത്. നോക്കിക്കുക മക്കളെ, നമുക്ക് പ്രധാനമായിട്ട് അവിടെ പറയുന്നത് കേരള ഈസ് എ ലാൻഡ് വിത്ത് പ്ലെൻറ്റി ഓഫ് പാഡി ഫീൽഡ്, സ്ട്രീംസ്, റിവേഴ്സ്, ബാക്ക് വാട്ടേഴ്സ് ആൻഡ് ലേക്സ്. ദേ എൻഹാൻസ് ദി charm of our state. There are 44 rivers in Kerala. 41 rivers flow towards the west and 3 rivers flow to the east. Using the map given in the next page, find out the rivers that flow to the east and the district from which they originate. Why do most of the rivers flow towards the west? Discuss എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കുക മക്കളെ, നമ്മുടെ കേരളത്തിലെ നദികളെ കുറിച്ചാണ് അല്ലേ. അപ്പം നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ധാരാളം വയലുകളും അതുപോലെ തന്നെ അരുവികളും കായലുകളും നദികളും ഒക്കെയുള്ള ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളം എന്ന് പറയുന്നത് അല്ലേ. ഇവ നമ്മുടെ കേരളത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നമ്മുടെ കേരളത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 44 നദികളാണുള്ളത് അല്ലേ. അപ്പം നമ്മുടെ കേരളത്തിൽ 44 നദികളാണുള്ളത് അല്ലേ. അത് മക്കൾ ഓർത്തിരിക്കണം. അതിൽ 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് കേട്ടോ. 44 നദികളുള്ളതിൽ 41 എവിടേക്കാണ് മക്കളെ? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. 3 മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കിഴക്കോട്ട് ഒഴുകുന്നത് അല്ലേ. ആ ഒരു കൺസെപ്റ്റ് മക്കൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, കിഴക്കോട്ട് ഒഴുകുന്ന നദികളും അവ ഉത്ഭവിക്കുന്ന ജില്ലകളും അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്ന ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തൂ. കൂടുതൽ നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, കാരണം എന്തായിരിക്കും? ചർച്ച ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ മക്കളെ, നമുക്കവിടെ മാപ്പ് തന്നിട്ടുണ്ട് അല്ലേ. അവിടെ നിങ്ങൾക്ക് കാണാം ഓരോ സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ബൗണ്ടറി, അതുപോലെ തന്നെ റിവേഴ്സ്, ലേക്ക് അല്ലേ. ഈ ഒരു ഈ ഒരു വയലറ്റ് കളറിലാണ് ലേക്ക്, ഈ ഒരു ബ്ലൂ കളറിലാണ് എന്തുള്ളത്? റിവർ ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ റിവേഴ്സ് എല്ലാം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. മഞ്ചേശ്വരം റിവർ, അതുപോലെ തന്നെ കബനി, പിന്നെ ഭവാനി, അതുപോലെ ചാലിയാർ, ഭാരതപ്പുഴ, പെരിയാർ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ കേരളത്തിലുള്ള നദികളുടെ പേരുകളെല്ലാം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദി റിവേഴ്സ് ഫ്ലോയിങ് ത്രൂ മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അതായത് നോക്കിക്കുക മക്കളെ, ഒന്നിലധികം ജില്ലകളിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയെന്ന് നമുക്കവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നിലധികം ജില്ലയിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് അവിടെ ആ ഒരു മാപ്പിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കത് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നോക്കിക്കുക മക്കളെ, അപ്പോൾ ഒന്നിലധികം ജില്ലയിലൂടെ ഒഴുകുന്ന നദികൾ എന്ന് പറയുന്നത് ഒന്ന് പമ്പയാർ, അതുപോലെ തന്നെ പെരിയാർ, ഭാരതപ്പുഴ, ചാലിയാർ റിവർ, ഇത്രയാണുള്ളത് കേട്ടോ. പമ്പയാർ, പെരിയാർ, ഭാരതപ്പുഴ, ചാലിയാർ പുഴയൊക്കെയാണുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ആർ ദി റിവേഴ്സ് ദാറ്റ് ഫ്ലോ ത്രൂ 1 ഡിസ്ട്രിക്റ്റ് ഓൺലി, അതായത് ഒരു ജില്ലയിലൂടെ മാത്രം പോകുന്ന നദികൾ ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് അവിടെ വരുന്നത് കരമനയാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ പാമ്പാറുണ്ട്,
ഭവാനി, കബനി റിവർ, അതുപോലെ തന്നെ വളപട്ടണം റിവർ, പിന്നെ മഞ്ചേശ്വരം റിവർ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അത് ഒരു ജില്ലയിലൂടെ മാത്രം ഒഴുകുന്ന നദികളാണ് കേട്ടോ. പിന്നെ നമുക്കവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. നദികളും കായലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ. അത് നമുക്ക് കായൽ എന്താ എന്നുള്ളത് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്കത് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിക്കുക മക്കളെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ 44 റിവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു 44 എണ്ണത്തിൽ 41 എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. 3 നദികൾ എന്ത് ചെയ്യാണ്? കിഴക്കോട്ടാണ് ഒഴുകുന്നത് എന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസിലെ, അതായത് ഒന്നിലധികം ജില്ലയിലൂടെ ഒഴുകുന്ന നദികൾ, അതുപോലെ തന്നെ ഒരു ജില്ലയിൽ മാത്രം ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് മക്കൾക്ക് ധാരണ വേണം കേട്ടോ. ഓക്കെ മക്കൾ, നമ്മൾ LSS എക്സാമിനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ, ഈ നദികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് അവിടെ ചോദിച്ചിട്ടുണ്ട്, കായലുകളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അത് നമുക്കവിടെ ചെറിയ നോട്ടായിട്ട് നമുക്കവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കുക മക്കളെ, കായലുകളെ കുറിച്ചിട്ട് ബാക്ക് വാട്ടേഴ്സ് അല്ലെങ്കിൽ ലേക്സിലെ There are 34 backwaters in Kerala. Among them, some are larger than others. Out of these, 27 are connected with the sea and the remaining 7 are ഇൻലാൻഡ് ബാക്ക് വാട്ടേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ കേരളത്തിൽ വലുതും ചെറുതുമായിട്ട് 34 കായലുകളാണുള്ളത് കേട്ടോ. എത്ര എണ്ണമാണ് മക്കളെ? 34 കായലുകളാണുള്ളത്. അതിൽ 27 എണ്ണം കടലുമായിട്ട് ബന്ധപ്പെട്ടാണുള്ളത്. ശേഷിക്കുന്ന 7 എണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ്. തന്നിരിക്കുന്ന ഭൂപടത്തിൽ ചില നദികളിലും കായലുകളും അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. കായൽ ഈ ഒരു വയലറ്റ് കളറിലുള്ളതാണ് മക്കൾക്ക് കായൽ കേട്ടോ, നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബ്ലൂ കളറിലുള്ളതാണ് എന്ത്? ബ്ലൂ കളറിലാണ് നമുക്ക് എന്തുള്ളത്? റിവർ നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് മക്കൾ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുക ആ ഒരു മാപ്പ്. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ, നദികളും കായലുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. റിവർ, അതുപോലെ തന്നെ നദികൾ, അതുപോലെ തന്നെ കായൽ എന്ന് പറഞ്ഞിട്ട് 2 എണ്ണമാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് അല്ലേ. നോക്കിക്കുക മക്കളെ, റിവറിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം? ആ ഫ്ലോയിങ് അറ്റ് ലെങ്ത് അല്ലേ, അതായത് നീളത്തിൽ ഒഴുകുന്നതാണ് റിവർ എന്ന് പറയുന്നത്. ലേക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സ്പ്രെഡ് വൈഡ് അക്രോസ് ആൻ ഏരിയ, അതായത് ഇങ്ങനെ പരന്ന് കിടക്കുന്നതാണ് കായലുകൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ റിവർ എന്ന് പറഞ്ഞാൽ മൂവ്സ് ഓർ ഫ്ലോ കണ്ടിന്യൂസ്ലി ഇല്ല, അതായത് ഉത്ഭവസ്ഥാനവും അതായത് മക്കളെ നമുക്കതെന്താണ് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടില്ലേ തുടർച്ചയായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ലേക്സിലോട്ട് വരുമ്പോൾ എന്താണ് സ്റ്റേ സ്റ്റില്ലാണല്ലോ, അതായത് അതങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ലേ. കായലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ പറ്റുമോ? ഇല്ല അല്ല, അതങ്ങനെ സ്റ്റില്ലായിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് കാണാനായിട്ട് കഴിയുക. ദെൻ റിവേഴ്സിലോട്ട് വരുമ്പോൾ ഹാസ് എ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പോയിന്റ് ഇല്ലേ, അതിനെന്തുണ്ട് മക്കളെ, ഒരു സ്റ്റാർട്ടിങ് പോയിന്റും അതുപോലെ തന്നെ ഒരു എൻഡിങ് പോയിന്റും ഉണ്ട് അല്ലേ. അതായത് അതിനൊരു ഉത്ഭവ സ്ഥാനവും അതുപോലെ തന്നെ അതിനൊരു അഴിമുഖവും എന്തിനുണ്ട് മക്കളെ, റിവറിനുണ്ടായിരിക്കും. പക്ഷേ ലേക്സിലോട്ട് വരുമ്പോൾ അതിനെന്തില്ല, ആസ് നോ ഫ്ലോയിങ് ഡിറക്ഷൻ അല്ലേ, അതിനെന്തില്ല, അതിനൊരു ഒഴുകുന്ന ഒരു ഡിറക്ഷൻ ഇല്ല അല്ലേ. അത് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റില്ലായിട്ടാണ് നമുക്കത് കാണാനായിട്ട് പറ്റുക. പിന്നെ റിവറിലാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, മോർ ഫ്ലോ ഉണ്ട് അല്ലേ, കൂടുതൽ ഒഴുക്കുണ്ട് അല്ലെ, ഒഴുക്ക് കൂടുതലാണ്. ലേക്സിലോട്ട് വരുമ്പോൾ എന്താണ്, ലെസ് ഫ്ലോ ആണ്, അതായത് ഒഴുക്ക് കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ നദികളും കായലുകളും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മക്കൾ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് ആക്ടിവിറ്റീസാണ്, പ്രവർത്തനങ്ങളാണ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് മിസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്ത് തരാം കേട്ടോ. മക്കളത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ ഏകദേശം ആ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിലുള്ള വർക്കുകളാണ്, അത് മിസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.